വചനവാർത്ത പ്രസിഡന്റിൻ്റെ സന്ദേശം. ദൈവ തിരുനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ വചനവാർത്തയുടെ പുതിയ പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നു. ഈ മാസികയ്ക്ക് ലഭിക്കുന്ന കൈത്താങ്ങലുകൾക്കും പ്രോത്സാഹനങ്ങൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. 2023-24 വിഭവ സമാഹരണം അനുഗ്രഹകരവും വിജയകരവുമായി ആക്കിത്തന്ന എല്ലാ സഹപ്രവർത്തകരോടും വചന സ്നേഹിതരോടും ഉള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. കണക്കുകൾ സംബന്ധമായ പൂർണ്ണ വിവരങ്ങൾ നമ്മുടെ ഓക്സിലറി സെക്രട്ടറി ബഹുമാനപ്പെട്ട ആന്റണി കൂടത്തിങ്കൽ അച്ഛനും ട്രഷറർ ബഹുമാനപ്പെട്ട ജേക്കബ് ജോൺ സാറും നൽകട്ടെ. വേദവായനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊണ്ട് ഈ ലക്കം സമ്പുഷ്ടമാക്കുവാൻ നമ്മുടെ എഡിറ്റോറിയൽ ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ ഏറ്റവും അനുയോജ്യരായിട്ടുള്ളവരെ കണ്ടെത്തുവാനും ലേഖനങ്ങൾ സമാഹരിക്കുവാനും നടത്തിയ ശ്രമത്തെ ശ്ലാഘിക്കുന്നു. വചന വായനയിലൂടെ ലഭിക്കുന്ന കൃപകൾ അനവധിയാണ്. സ്ഥലപരിമിതി മൂലം ഒരെണ്ണം മാത്രം പറയുന്നു. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. നിരന്തരമായ ദൈവവചന സംസർഗം അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ഓൺലൈൻ പ്രാർത്ഥനാ സംഗമത്തിൽ ഞാൻ പരാമർശിച്ച പ്രസിദ്ധ അമേരിക്കൻ ഗോൾഫ് കളിക്കാരനായ പെയിൻ സ്റ്റുവാർട്ടിനെ കുറിച്ച് പറഞ്ഞത് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകുമല്ലോ. 42-ാം വയസ്സിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴായിരുന്നു 1999 ഒക്ടോബർ 25 ഒരു ചെറിയ വിമാന അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ട്രേസി തൻ്റെ ഭർത്താവിനെ അനുസ്മരിക്കുന്നത് ഇപ്രകാരമാണ്: He read scripture every night before he went to the bed. The scripture themselves were the most powerful influence in Payne's life. ഇപ്രകാരം ഭാഷാന്തരം ചെയ്യട്ടെ. എല്ലാ രാത്രിയിലും ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം തിരുവചനം വായിച്ചിരുന്നു. തിരുവചനം മാത്രമായിരുന്നു പെയിനിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തിയേറിയ സ്വാധീനം. പേരും പെരുമയും പ്രശസ്തിയും പണവും പ്രതാപവും ഒന്നുമായിരുന്നില്ല. പ്രത്യുത തിരുവചനം മാത്രമായിരുന്നു തൻ്റെ ഏറ്റവും വലിയ സ്വാധീനം. അദ്ദേഹത്തിൻ്റെ തിരുവചനാനുഭവത്തെക്കുറിച്ചുള്ള മറ്റൊരഭിപ്രായ പ്രകടനം: He realized that fame and fortune didn't bring him what he was looking for. താൻ അന്വേഷിച്ചിരുന്നത് ആന്തരിക സന്തോഷവും സമാധാനവും പ്രശസ്തിക്കും ധനത്തിനും നൽകാൻ കഴിഞ്ഞില്ല എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ പെയിൻ സ്റ്റുവാർട്ട് തന്നെ പറഞ്ഞു: I am not a Bible thumper. I can't tell you what it all means, but I am learning. I like what I am learning. ഞാനൊരു വേദപുസ്തക തീവ്രവാദി അല്ല. അതിലുള്ള എല്ലാറ്റിൻ്റെയും അർത്ഥം നിങ്ങളോട് പറയുവാൻ എനിക്ക് കഴിയുകയുമില്ല. പക്ഷേ ഞാൻ പഠിക്കുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. 42-ാം വയസ്സിൽ അദ്ദേഹം ഖത്തർ സന്നിധിയിൽ അണഞ്ഞു എങ്കിലും തൻ്റെ തിരുവചനാനുഭവം അനേകർക്ക് പ്രചോദനം പകരും എന്ന് പ്രത്യാശിക്കുന്നു. ദൈവം തിരുമനസ്സായാൽ നമ്മുടെ ഓക്സിലറിയുടെ 68-ാമത് വാർഷിക സമ്മേളനം 2024 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ചൊവ്വാഴ്ച കോഴിക്കോട്ട് വെച്ച് നടക്കുവാനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു. ഏവരുടെയും പ്രാർത്ഥനയും സാന്നിധ്യവും അഭ്യർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ എളിയ യൂഹാനൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത.